ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് പുസ്തകാരായതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എന്നൊന്നും പ്രത്യേകിച്ച് പറയണ്ട. ലാസ്റ്റ് പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമ്മള് മെട്രിക്സിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റിൽ നമ്മൾ പഠിച്ചത് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതിനകത്തൊരു തിയറമാണ് നമ്മൾ അവസാനം പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ്? എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൂഫാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ശരി. ആ പ്രൂഫിന് നമ്മൾ ഉപയോഗിച്ചേക്കുന്ന മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കാര്യം ഇതിന്റെ പ്രോബ്ലം പരീക്ഷയ്ക്ക് 100% ചോദിക്കും. അതെങ്ങനെയാണെന്ന് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. ഇപ്പോഴും നല്ല നോക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തത്? ഞാൻ അതിന്റെ പ്രധാന കണ്ടന്റ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്കറിയാം, എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഉണ്ടെങ്കിൽ എയുടെ ട്രാൻസ്പോസ് എടുക്കാൻ പറ്റും. എയുടെ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന പുതിയ മെട്രിക്സ് എപ്പോഴും സിമെട്രിക് ആണ്. പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ട്രാൻസ്പോസും കൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ടിലൊന്നുകൊണ്ട് ഗുണിച്ചാലും അതും സിമെട്രിക് ആണെന്ന് പറയും. ഇതിന് നമ്മൾ പി എന്ന് പേര് കൊടുത്തിട്ട് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ഇനി ക്യൂ എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സിനെ ഇതേപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യും. എങ്ങനെയാണ്? നമ്മുടെ കയ്യില് എ ഉണ്ട്. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറച്ചാൽ അപ്പോൾ കിട്ടുന്ന മെട്രിക്സ് ക്യൂ സിമെട്രിക് ആണല്ലോ. പ്രൂവ് ചെയ്താണ് ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ എ നിന്നും എ ട്രാൻസ്പോസ് കുറച്ച് കിട്ടുന്നതിനെ രണ്ടിലൊന്നും കൊണ്ട് ഗുണിച്ചാലും അതും ക്യൂ സിമെട്രിക് ആയിരിക്കും. സംശയമില്ലല്ലോ. അതിനെ നമുക്ക് നേരത്തെ പി കൊടുത്തുകൊണ്ട് ഇതിന് നമ്മള് ക്യൂ എന്ന് പേര് കൊടുത്തു. അപ്പൊ നമുക്ക് അറിയാം, ഈ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? പിയും ക്യൂവും കൂടെ ആഡ് ചെയ്താൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? എ കിട്ടുള്ളൂ. കാരണം സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാണെന്നാലും കൂടെ പറയാം. എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 അതാണ് പി. എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 അതാണ് ക്യൂ. ഇനി 2 കൊണ്ട് ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്താൽ എ ബൈ 2 പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് ഇവിടെ 2 കൊണ്ടും ന്യൂമറേറ്ററിലുള്ള ഓരോന്നിനെയും ഡിവൈഡ് ചെയ്താൽ എ ബൈ 2 മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. ഇവിടെ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2 ക്യാൻസൽ ആയി. ഓക്കെ, ബാക്കി ഈ എ ബൈ 2 കൂടെ കൂട്ടും. അപ്പോഴ് 2 തവണ എ ബൈ 2 കിട്ടും. 2 ക്യാൻസൽ ആയി പോയാൽ ബാക്കി അതെന്താവും? എക്ക് കിട്ടുക. ഇങ്ങനെ പിയും ക്യൂവും കൂടെ കൂട്ടിയാൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? എ കിട്ടുള്ളൂ. പി സിമെട്രിക് ആണ്, ക്യൂ സ്ക്യൂ സിമെട്രിക് ആണ്. അപ്പൊ ഒരു സിമെട്രിക്കിന്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മ് എന്ന് പറയുന്നതായിരിക്കും ഈ ഗിവൺ മെട്രിക്സ്. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞ തിയറത്തിന്റെ പ്രൂഫിന്റെ പ്രധാന പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആൾറെഡി വിശദമായി പഠിച്ചതാണ്. ഞാൻ ഒന്ന് ഓടിച്ച് പറഞ്ഞത്. ഇതേ കാര്യം ഐഡിയോളജി ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോബ്ലം ഞാൻ എഴുതി വിശദമായി അത് ചെയ്യാം. അത് നിങ്ങൾ ചെയ്യുക. ഇതേപോലെയുള്ള കുറെ എക്സസൈസുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇപ്പൊ സൗകര്യം ഉള്ളൂ. അത് അറിയാലോ. നമുക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് പ്രോബ്ലംസ് മാത്രമേ നമുക്കിപ്പോ ക്ലാസ് ചെയ്ത് കാണിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. ഡൗട്ടുള്ളത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ എഴുതുക. Prove that the square matrix capital A equal to
1 minus 1 1 ഫസ്റ്റ് റോയില് 1 മൈനസ് 1 സെക്കൻഡ് റോയില് 2 3 ഞാൻ ഒരു ചെറിയ മെട്രിക്സ് എടുത്താണ് ചെയ്യുന്നത് ഒരു വലിയ മെട്രിക്സ് കൂടെ ചെയ്യാം 2 3 can be expressed as the sum of symmetric and skew symmetric matrices. Prove that ഇല്ലാതെയും ക്വസ്റ്റ്യൻ ചോദിക്കും. Express A equal to 1 minus 1 2 3 can be expressed as the sum of symmetric and skew symmetric matrices. അപ്പൊ ഈ തന്നേക്കുന്ന മെട്രിക്സിനെ സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക്കിന്റെയും സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. എല്ലാ പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് നോക്കിയാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകൾ ഞാനത് പറയാം, ഒന്ന് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യനില് എപ്പോഴും ഒരു എ തന്നേക്കും, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് തന്നേക്കും, അത് നമ്മൾ എ എന്ന് പേര് കൊടുക്കും. അപ്പൊ ഇവിടെ ഗിവൻ ആണ് എ ഈക്വൽ ടു 1 മൈനസ് 1 2 3. സംശയമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പില് എല്ലാവരും ചെയ്യേണ്ടത് എയുടെ ട്രാൻസ്പോസ് എടുക്കുക. എയുടെ ട്രാൻസ്പോസ് എടുക്കാൻ എല്ലാവർക്കും അറിയാം. എയുടെ റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1 എന്നുള്ളത് റോ, 1 മൈനസ് 1 എന്നുള്ള കോളാവും. 2 3 എന്ന് പറയുന്ന റോ, 2 3 എന്ന് പറയുന്ന കോളാവും. ഓക്കെ, എയും എയുടെ ട്രാൻസ്പോസ് എടുക്കാൻ പറ്റുമല്ലോ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ആദ്യം എഴുതുക, 1 മൈനസ് 1 2 3 പ്ലസ് എ ട്രാൻസ്പോസ് എടുക്കുക, 1 2 മൈനസ് 1 3. ഇവ തമ്മിൽ ആഡ് ചെയ്യുക. മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇതിന്റെ കറസ്പോണ്ടിങ് ടേമുകൾ തമ്മിൽ ആഡ് ചെയ്തത് ഇല്ലാതിരുന്നവർക്കോ കൂടെ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും പറയാം. ഓക്കെ, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പുറത്തെ ടേം 1, മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2, മൈനസ് 1 പ്ലസ് 2 എത്ര വരും 1. ഇനി 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തുള്ള ടേം മൈനസ് 1, 2 പ്ലസ് മൈനസ് 1 1. ഇനി 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്തുള്ളത് 3, 3 പ്ലസ് 3 6. ഇവിടെ 1 പ്ലസ് 1 2 സോറി 2 1 1 6 ഇങ്ങനെ. ഇത് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പില് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. എ ആദ്യം എഴുതുക, 1 മൈനസ് 1 2 3 മൈനസ് എ ട്രാൻസ്പോസ് 1 2 മൈനസ് 1 3. ഓക്കെ, ഈക്വൽ ടു കറസ്പോണ്ടിങ് ടേബിൾ തമ്മിൽ ഇവിടെ മൈനസ് ചെയ്താൽ മതിയോ? ഓക്കെ, അപ്പോൾ 1 മൈനസ് 1 0 മൈനസ് 1 മൈനസ് 2 എത്ര വരും മൈനസ് 3. ഇനി 2 മൈനസ് 1 2 മൈനസ് മൈനസ് 1 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് 1 ആണ് കുറയ്ക്കേണ്ടത്. 2 മൈനസ് മൈനസ് 1 2 പ്ലസ് 1 3 എന്നാണ്. ഇനി അടുത്ത 3 മൈനസ് 3 0. ഓക്കെ, പൊതുവെ ശ്രദ്ധിക്കുക, ഇവിടെ 1 മൈനസ് 1 0 മൈനസ് 1 മൈനസ് 2 മൈനസ് 3 വരും. 2 മൈനസ് മൈനസ് 1 3 വരും. 3 മൈനസ് 3 0. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസും കിട്ടി, എ മൈനസ് എ ട്രാൻസ്പോസും കിട്ടി. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും ചെയ്യേണ്ടത് തന്നേക്കുന്ന മെട്രിക്സിനെ എ എന്നെടുക്കുക. അടുത്ത സ്റ്റെപ്പില് എ ട്രാൻസ്പോസ് കാണുക, എയും എ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്ത് ഒരു ആൻസർ കണ്ടുപിടിക്കുക. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറച്ച് ഒരു ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ് പി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അത് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് എടുക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 2 1 1 6. ഓക്കെ, ഇനി രണ്ടിലൊന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിലൊന്ന് കോൺസ്റ്റന്റ് ആണ്. രണ്ടിലൊന്നും കൊണ്ട് അതിനകത്തുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാനാണ്.
രണ്ടിലൊന്ന് കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2/2 1 രണ്ടിലൊന്ന് കൊണ്ട് അഥവാ 1/2 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1/2 എന്നാവും. 1/2 കൊണ്ട് വീണ്ടും 1നെ മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 എന്നാവും. 1/2 കൊണ്ട് 6നെ മൾട്ടിപ്ലൈ ചെയ്യാം. 6/2 3 എന്നാവും. ഇതാണ് പി യുടെ വില. അത് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു. കോമ ഉറപ്പായി എഴുതുക വിച്ച് ഈസ് സിമ്മട്രിക്. ഇത് സിമ്മട്രിക് ആണ്. ആൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസിനെ ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താലും ആ കിട്ടുന്ന മെട്രിക്സ് സിമ്മട്രിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം എ കൺസിഡർ ചെയ്യുക. പേര് തന്നിട്ടില്ലെങ്കിൽ എ എന്നോ ബി എന്നോ സൗകര്യം പോലെ പേര് കൊടുക്കുക. എയുടെ ട്രാൻസ്പോസ് എടുക്കുക. എയും എയുടെ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറച്ചും ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പുതിയ മെട്രിക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അല്ല, ആദ്യത്തെ മെട്രിക്സിന്റെ പേര് പി എന്നാണ് കൊടുത്തേക്കുന്നത്. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണം? നമ്മൾ തിയറിയിൽ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് പി എന്ന് എടുക്കുക. അതിന്റെ വില നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഹാഫ് ഇൻറ്റു ഈ കണ്ടുപിടിച്ച എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ വില കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഉറപ്പായും ഈ കിട്ടിയ മെട്രിക്സ് എന്താണെന്ന് അറിയാം, സിമ്മട്രിക് ആണെന്ന് അറിയാം. ഓക്കെ, ശരി. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ലെറ്റ് ക്യൂ, അതിന്റെ വില ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്, സോറി എ മൈനസ് എ ട്രാൻസ്പോസ്. അതാണ് നമ്മൾ തിയറിയിലും പഠിച്ചു ചെയ്യുന്നത്. അപ്പൊ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മളിവിടെ എഴുതി വെച്ചേക്കാണ്. അത് 0 -3 3 4. ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0/2 0 -3/2 3/2 0/2 0. കോമ ഉറപ്പായും എഴുതുക വിച്ച് ഈസ് സ്ക്യൂ സിമ്മട്രിക്. അപ്പൊ നമ്മള് രണ്ട് മെട്രിക്സുകളിലൂടെ ഡിഫൈൻ ചെയ്തു. ഒന്നിന്റെ പേര് പി ആണ്, അത് നമുക്കറിയാം സിമ്മട്രിക് ആണ്. അടുത്ത ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് ഡിഫൈൻ ചെയ്തു, അതും എന്നതാണ് സ്ക്യൂ സിമ്മട്രിക്. അപ്പൊ സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ആയിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. ഒന്ന് പിയും അടുത്തത് ക്യൂ. ഓക്കെ, ഇത്രയും സ്റ്റെപ്പുകൾ മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റിന്റെയും ആൻസർ ഇതേ ഫോർമാറ്റിൽ എഴുതിയാൽ മതി. ഇതുവരെ എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓക്കെ. ഇനി നമ്മൾ അതിന്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഉറപ്പായും കാണേണ്ടത് പി പ്ലസ് ക്യൂവിന്റെ വിലയാണ്. ഓക്കെ, ഈക്വൽ ടു പി. പിയുടെ വില നമുക്കറിയാം 1 1/2 1/2 3. ഓക്കെ, പ്ലസ് ക്യൂവിന്റെ വില നമുക്കറിയാം 0 -3/2 3/2 0. ഈ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യാം. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഉള്ളൂ. 1ഉം 0യും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 -3/2 കൂടെ ആഡ് ചെയ്യണം. 1/2 -3/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 2 ആണ്, ന്യൂമറേറ്റർ 1 - 3. എത്ര വരും? 1 - 3 -2 -2/2 -1. ഓക്കെ, ഇനി അടുത്തത് 1/3 ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1/3 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1/2 ആണ്. സോറി, 1/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 3/2 ആണ്. 1/2 3/2 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 4/2. 4/2ന്റെ വില 2. അടുത്ത 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0 ആണ്. 3യും 0യും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 3. ഈ കിട്ടിയ ആൻസർ നോക്കൂ, 1 -1 2 3. ഇതല്ലേ നമ്മുടെ എ. അപ്പൊ ഈക്വൽ ടു എ. ഇവിടെ പിയും ക്യൂവും കൂടെ ആഡ് ചെയ്തപ്പോഴും എത്ര കിട്ടി? എ എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ തിരിച്ചെഴുതാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ. എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ, where P is symmetric and Q is skew symmetric. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എയും പി യുടെയും ക്യൂവിന്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, where P is symmetric and Q is skew symmetric. അതായത് any square matrix can be expressed as a sum of symmetric and skew symmetric matrix. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പുകൾ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇതേ മോഡലുള്ള ഏത് ക്വസ്റ്റ്യൻ തന്നാലും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇതിനകത്ത് ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് ബോർഡിലത് ചെയ്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും മാച്ചിട്ട് എഴുതേണ്ടി വരും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, പറഞ്ഞു നോക്കൂ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റെപ്പുകൾ ഒന്നുകൂടെ ഒന്ന് പറയാം, നോക്കുക. തന്നേക്കുന്ന ക്വസ്റ്റിനെ എ എന്ന് പേര് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പില് എയുടെ ട്രാൻസ്പോസ് എടുക്കുക. ആർക്കും സംശയമില്ലല്ലോ അത് എടുക്കുന്നതിന്. എയും എയുടെ ട്രാൻസ്പോസും കൂടെ ആഡ് ചെയ്യുക. എയിൽ നിന്ന് എ ട്രാൻസ്പോസ് കുറയ്ക്കുക. പ്രശ്നമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പില് നമ്മൾ രണ്ട് മെട്രിക്സുകൾ ഡിഫൈൻ ചെയ്യുക. ഒന്നിന്റെ പേര് പി, അടുത്തതിന്റെ പേര് ക്യൂ. ഓക്കെ, പിയുടെ വില എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് രണ്ടിലൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പി. നമുക്ക് ഉറപ്പായിട്ടും അറിയാം വിച്ച് ഈസ് സിമ്മട്രി. ഓക്കെ, അടുത്തത് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, എ മൈനസ് എ ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്. അതിനെ രണ്ടിലൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യൂ ആവും. നമുക്കറിയാം വിച്ച് ഈസ് ക്യൂ സിമ്മട്രി. ഇതാണ് സ്റ്റെപ്പുകൾ. ആദ്യം എ എഴുതും, എയുടെ ട്രാൻസ്പോസ് എഴുതും, എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും, എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും, പി ഡിഫൈൻ ചെയ്യും, ക്യൂ ഡിഫൈൻ ചെയ്യും. പി സിമ്മട്രിക് ആണെന്ന് എഴുതും, ക്യൂ സ്ക്യൂ സിമ്മട്രിക് ആണെന്ന്. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് പിയും ക്യൂവും കൂടി ആഡ് ചെയ്യും. 100% അതിന്റെ ആൻസർ എ ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ തിരിച്ചെഴുതും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ. അവിടെ പി സിമ്മട്രിക് ആണ്, ക്യൂ സ്ക്യൂ സിമ്മട്രിക്. അതായത് എ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്. ഇങ്ങനെയാണ് എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ. ഓക്കെ, ഇപ്പൊ ഇതിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ ആയില്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഒന്ന് ചെയ്യാം. നിങ്ങൾ വേണം ചെയ്യേണ്ടത്. ഞാൻ സ്റ്റെപ്പുകൾ മാത്രമേ പറയൂ. ഓക്കെ, പെട്ടെന്ന് ഒന്ന് കുറിച്ച് പോയിന്റ്സ്. ഓക്കെ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. ഓക്കെ, എഴുതിക്കോ. എ ഈക്വൽ ടു മെട്രിക്സ് 1 4 1 2. ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോഴ് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ എഴുതും, നിങ്ങളും കൂടെ എഴുതി വരും. ഓക്കെ, സമയം തന്നെ എഴുതാം. നോക്കൂ, ക്വസ്റ്റ്യൻ എ അത് ഗിവൺ മെട്രിക്സ് ആണ്. സംശയമില്ലല്ലോ ആർക്കും? എ കിട്ടിയാൽ ഉടനെ നിങ്ങൾ എയുടെ ട്രാൻസ്പോസ് എഴുതും. ട്രാൻസ്പോസ് എഴുതാൻ എല്ലാവർക്കും അറിയാം. റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യണം. 1 4
1 4 എന്ന് താഴോട്ട് എടുക്കും. 1 2 1 2 എ ട്രാൻസ്പോസ് എഴുതി എത്തിയല്ലോ. ഓക്കെ, എയും എ ട്രാൻസ്പോസും കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പില് എ പ്ലസ് എ ട്രാൻസ്പോസ് എഴുതും. പറ്റല്ലോ. ഈക്വൽ ടു എ എഴുതാൻ പറ്റും 1 4 1 2 പ്ലസ് എ ട്രാൻസ്പോസ് അറിയാം 1 1 4 2. ഓക്കെ, സംശയമില്ലല്ലോ. എഴുതുമോ? ആഡ് ചെയ്യാൻ അറിയാം. കറസ്പോണ്ടിങ് ടേമുകൾ തമ്മിൽ ആഡ് ചെയ്യണം. എങ്ങനെ? 1 1 കൂടെ ആഡ് ചെയ്യും 2, 4 1 കൂടെ ആഡ് ചെയ്യും 5, 1 4 കൂടെ ആഡ് ചെയ്യും 5, 2 കൂടെ ആഡ് ചെയ്യും 4. 1 plus 1 2, 4 plus 1 5, 1 plus 4 5, 2 plus 2 4. പെട്ടതാവട്ടെ. ശരി, എ പ്ലസ് എ ട്രാൻസ്പോസ് ആയി. അടുത്ത സ്റ്റെപ്പില് എ മൈനസ് എ ട്രാൻസ്പോസ് കാണും. എല്ലാവർക്കും അറിയാം. എ ആദ്യം എഴുതുക 1 4 1 2 മൈനസ് 1 1 4 2 ഈക്വൽ ടു. സംശയമില്ലല്ലോ. എഴുതുക. ശരി, കറസ്പോണ്ടിങ് ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്യും. ആദ്യം 1 മൈനസ് 1 0, 4 മൈനസ് 1 3, 1 മൈനസ് 4 മൈനസ് 3, 2 മൈനസ് 2 0. സംശയം ഉണ്ടോ നോക്ക്. സ്വന്തമായിട്ട് തന്നെ എഴുതണം. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബോർഡ് എഴുതുന്നത്. നിങ്ങൾ നോട്ട്ബുക്കിൽ സ്വന്തമായിട്ട് തന്നെ എഴുതും. ഓക്കെ, ശരി. അപ്പോഴ് എ ആയി, എ ട്രാൻസ്പോസ് ആയി, എ പ്ലസ് എ ട്രാൻസ്പോസ് ആയി, എ മൈനസ് എ ട്രാൻസ്പോസ് ആയി. ഇതിൽ സംശയമുണ്ട് ആർക്കെങ്കിലും? ഓക്കെ, ഇത് ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മള് ലെറ്റ് പി എഴുതുക ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇതാണ് പി. സംശയമില്ലല്ലോ. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് അതിനകത്ത് കൊടുക്കുക. 2 5 5 4 ഈക്വൽ ടു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2, 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 5/2, 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 2. സംശയമില്ലല്ലോ. പി കിട്ടി. നമുക്ക് അറിയാം, തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നു. പി മസ്റ്റ് ബി സിമ്മട്രിക്, കോമ വിച്ച് ഈസ് സിമ്മട്രിക്. അപ്പൊ 2/2 1, 5/2 5/2 4/2 2. ഈ കിട്ടിയ ആൻസർ സിമ്മട്രിക്. ഇതിലേം സംശയമില്ലല്ലോ. ഫിനിഷ് ചെയ്യുന്ന ചാറ്റ് ബോക്സിലുണ്ട്. പക്ഷെ ഇത് കുറച്ചു പേർക്ക് അറിഞ്ഞിടാത്തവരുണ്ട്. അപ്പൊ അവരെ എഴുതിയെത്തുന്നില്ല എന്നൊരു ഇത് വന്നതുകൊണ്ടാണ് ഞാൻ ഓരോരോ സ്റ്റെപ്പായി നിങ്ങൾ കൊണ്ട് എഴുതിപ്പിക്കും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞവരും കൂടെ ശ്രദ്ധിക്കും. ചെയ്ത് കഴിയാനുള്ളവരും ഡൗട്ട് ഉള്ളവരും നോക്കുക. നിങ്ങൾ ഇതിന്റെ കൂടെ എഴുതി വരും. ഓക്കെ, പി എഴുതിയില്ലേ? ഇതുവരെ ഡൗട്ട് ഇല്ലല്ലോ. ഇത് എഴുതി വരുന്നതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ ചോദിക്കുക. നമ്മളിപ്പോഴും ക്ലിയർ ആക്കി തന്നെ പോണം. ശരി, ടി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ക്യൂ കൺസിഡർ ചെയ്യും. അപ്പൊ ലെറ്റ് ക്യൂ ഈക്വൽ ടു എന്തിനാണ്?
നേരത്തെ പഠിച്ചു. ഹാഫ് ഇൻറ്റു തിയറത്തിൽ തന്നെ നമ്മൾ പഠിച്ചാണ്. ആണ് പറഞ്ഞാൽ അതിന്റെ തിയറും പ്രധാനപ്പെട്ടതാണ്. അതിനെ ബേസ് ചെയ്താണ് അതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഓക്കെ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴോ വേറെ നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുമ്പോഴോ വേറെ ക്ലാസ് കാണുമ്പോഴോ ഒക്കെ ഇതേ രീതിയിൽ തന്നെ ഇതിന്റെ ആൻസർ എഴുതണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഈ പറഞ്ഞത് നമുക്കിത് ഓരോന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക, തെറ്റാനുള്ള ഒരു ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ മോഡലിൽ ഞാൻ സ്റ്റെപ്പുകളാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയ ആൻസറുകൾ അവിടെ കൊടുത്ത് ചെയ്താൽ മതി. അല്ലാതെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ശരി. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് കൊടുക്കും. അത് 0 3 -3 0 ഈക്വൽ ടു ഇതിനകത്തുള്ള ഓരോ ടേമിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അഥവാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 0/2 0, അടുത്ത 3/2 -3/2 0. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടാവും? ഇത് ഉറപ്പായും എന്താണ്? സ്ക്യൂ സിമ്മട്രി. ശരി, അപ്പൊ അതിന്റെ 80% നമ്മൾ എഴുതി കഴിഞ്ഞു. ഒന്ന് നോക്കൂ, നിങ്ങളും കൂടെ സ്വന്തമായി എഴുതിയെത്തുക. സംശയമുള്ളത് മാത്രം ഈ സ്ക്രീനിൽ നോക്കും. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ ആണോ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ ശരി, എഴുതാലോ. പി പ്ലസ് ക്യൂ അത് വേണം അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ. പി നമ്മൾ കണ്ടുപിടിച്ചു 1 5/2 5/2 2 പ്ലസ് ക്യൂ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു 0 3/2 -3/2 0. ആഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, സ്വന്തമായി ചെയ്ത് നോക്കാം. കിട്ടണോട്ടെ. നമുക്ക് 1 0 കറസ്പോണ്ടിങ് ടേംസ് ആണ്. ആഡ് ചെയ്യുമ്പോൾ 1 + 0 1 5/2 3/2 കൂടെ ആഡ് ചെയ്യും. 5 + 3 8/2 4. 5/2 ൽ നിന്ന് 3/2 കുറയ്ക്കും. 5 ൽ നിന്ന് 3 കുറച്ച 2 2/2 1 2ഉം 0യും കൂടെ ആഡ് ചെയ്യും 2. കിട്ടിയ ആൻസർ ഇതാണ്. ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. അതല്ലേ നമ്മുടെ എ ഈക്വൽ ടു എത്ര എഴുതാം? എ എന്ന്. പക്ഷെ നമുക്ക് വേണ്ടത് എയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാനല്ലേ. ദാറ്റ് ഈസ് ആൻസറിലേക്ക് നമ്മൾ എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ, വേർ പി ഈസ് സിമ്മട്രിക് ആൻഡ് ക്യൂ ഈസ് സ്ക്യൂ സിമ്മട്രിക്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഇതേപോലെ സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക്കിന്റെയും സമ്മായി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയോ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? മനസ്സിലാക്കി എഴുതിയെടുക്കുക. കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. പക്ഷെ ഇപ്പൊ തന്നെ പഠിക്കുക. ഇതിന്റെ വലിയ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. വലിയ ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത് ആ 3 റോയും 3 കോളമുള്ളത്. ഇതേപോലെ തന്നെ ഒരു റോയും ഒരു കോളവും കൂടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അത്രേ ഉള്ളൂ, പുതുതായി ഒന്നുമില്ല. അപ്പൊ അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. പെടുന്നോട്ടെ. സാവകാശം എല്ലാ സ്റ്റെപ്പുകളും എഴുതുക. നിങ്ങൾ ചുരുക്കി എഴുതി പഠിച്ചു വെക്കരുത്. ഇത് 4 മാർക്കിനോ 3 മാർക്കിനോ പരീക്ഷയ്ക്ക് മസ്റ്റായും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോഴ് ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് 2 ഭാഗം കൂടെയാണ് ഉള്ളത്. 2 ഭാഗം പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട മീൻസ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോഴാണ് ഈ ചാപ്റ്ററിനകത്ത് ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ ശരി, ഇത് മാറ്റിയാലോ?
ശരി. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട അടുത്ത ഹെഡിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെഡിങ് എല്ലാവരും എഴുതുക. ഇൻവെർട്ടിബിൾ മെട്രിസസ്. ഇൻവെർട്ടിബിൾ മെട്രിസസ്. ഇൻവെർട്ടിബിൾ മെട്രിസസ്. ശരി, നമ്മള് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് പഠിച്ചാൽ ഓക്കെ. അപ്പൊ അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പഠിച്ചാൽ അപ്പൊ അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒരു മെട്രിക്സിന് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സിനകത്ത് ഉൾപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വേണം. അടുത്ത ചാപ്റ്ററിലും ഇതേ കാര്യം തന്നെ നമ്മൾ വേറൊരു മെത്തേഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കുന്നു. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ചാപ്റ്ററിന്റെ ഈ ഭാഗത്തെ ഹെഡിങ് ആണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ്. അപ്പൊ എന്താണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്? ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടിബിൾ. അപ്പൊ എന്താണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ്. ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ് ആണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്നാണ്. ഓക്കെ, ശരി. സാധാരണ നമ്പേഴ്സിലുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതേതാണ്? സാധാരണ നമ്പേഴ്സിലുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഏതാണ്? അവിടെ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. അതിനെ ബേസ് ചെയ്താണ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? എയും അതിന്റെ റെസിപ്രോക്കലായ 1/a മൾട്ടിപ്ലൈ ആയാലും 1/aയും എയും മൾട്ടിപ്ലൈ ആയാലും 1 എന്നായിരിക്കും ആൻസർ ആണല്ലോ. അപ്പൊ എയും 1/aയും മൾട്ടിപ്ലൈ ആയാലും 1/aയും എയും മൾട്ടിപ്ലൈ ആയാലും 1 എന്നാണ് ആൻസർ. ഇവിടെ 1 എന്തിനാണ്? മൾട്ടിപ്ലിക്കേഷനിലുള്ള ഐഡന്റിറ്റിയാണ് നമ്പേഴ്സ്. അതായത് ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും 1നെ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആയാലും എ തന്നെ കിട്ടും. Therefore, 1 is the multiplicative identity of any number. ഏതൊരു നമ്പറിന്റെയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയാണ് 1. ഇനി എ എന്ന് പറയുന്ന നമ്പറിന് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എയെ മൾട്ടിപ്ലൈ ആയാലും തിരിച്ച് മൾട്ടിപ്ലൈ ആയാലും ഐഡന്റിറ്റി ആയ 1. അങ്ങനെയുള്ള നമ്പർ 1/a ഒരു നമ്പറിന്റെ റെസിപ്രോക്കലാണ്. ഈ റെസിപ്രോക്കൽ ഓഫ് എ നമ്പർ ഈസ് കോൾഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ നമ്പർ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. അപ്പൊ അത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആദ്യം മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ള ഐഡന്റിറ്റി ഏതാണെന്ന് നോക്കാം. മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനിലുള്ള ഐഡന്റിറ്റി ഏതാണെന്ന് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മൾ പറയാറ്. എന്താണ്? എയും ബിയും ഒരേ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സുകളാണെങ്കിൽ പറയൂ. സോറി, എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിനെ അതേ ഓർഡറിലുള്ള ഏതെങ്കിലും ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് ആ മെട്രിക്സ് കൊണ്ട് എ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എ തന്നെ വരണം. അങ്ങനെ ഒരു മെട്രിക്സ്, ഞാൻ ഇവിടെ ഈ വട്ടം വരച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു മെട്രിക്സ് ഉണ്ടാവും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്കരീതി. അത് നമ്മൾ അവിടെ പഠിച്ചതാണ് ഉണ്ട്. ഏതാണത്? ഐഡന്റിറ്റി മെട്രിക്സ് ഐ ഓഫ് ദ സെയിം ഓർഡർ ഓഫ് എ. എയുടെ അതേ ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് അവിടെ ഉണ്ടാവും. ഈ എയും ഐയും മൾട്ടിപ്ലൈ ചെയ്താലും ഐയും എയും മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്തേ വരത്തുള്ളൂ? എ മാത്രമേ വരത്തുള്ളൂ.
അപ്പൊ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകും. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് കരുതുക. ബി എന്ന് പറയുന്ന അതേ ഓർഡറിലുള്ള മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. സച്ച് ദാറ്റ് എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ബിയും എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ ഐ ആണ് വരുന്നതെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്ന മെട്രിക്സ് എയുടെ ഇൻവേഴ്സ് ആണെന്നോ തിരിച്ച് എ എന്ന് പറയുന്ന മെട്രിക്സ് ബിയുടെ ഇൻവേഴ്സ് ആണെന്നോ. അപ്പൊ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിന്റെ ഡെഫിനിഷൻ ഇതാണ്. അത് ഏതിനെ ബേസ് ചെയ്തായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഐഡന്റിറ്റി മെട്രിക്സിനെ ബേസ് ചെയ്ത്. ഇങ്ങനെ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ്. അപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഒന്ന്, ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്താണ്? ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്താൽ ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണ്. ഇനി ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ ആണ് എന്താണ്? എയും ബിയും ഒരേ ഓർഡറിലുള്ള രണ്ട് സ്ക്വയർ മെട്രിക്സുകളായ, ഈ പറയുന്ന വേർഡ് പ്രത്യേകം ഓർമ്മിക്കുക, സ്ക്വയർ മെട്രിക്സുകളായാൽ എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എയും ഐ കിട്ടിയാൽ എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്നും തിരിച്ചും പറയാം ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്നും പറയാം. അതുകൊണ്ട് എ ഒരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണ്, ബിയും ഇൻവെർട്ടിബിൾ മെട്രിക്സ്. അപ്പൊ എയുടെ ഇൻവേഴ്സ് ആണ് ബി. അങ്ങനെ വേഴ്സിൽ എങ്ങനെ എഴുതും? ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു ബി. ഇതിനെ സിമ്പിൾ ഉപയോഗിച്ച് എയുടെ ഇൻവേഴ്സിന് എ റൈസ് ടു -1 പോലെയാണ് എഴുതുന്നത്. അല്ലാതെ നമ്മൾ നമ്പേഴ്സിൽ പഠിച്ചതുപോലെ 1/a എന്ന് ഡിഫൈൻ ചെയ്യാറില്ല. മെട്രിക്സുകൾക്ക് റെസിപ്രോക്കൽ ഡിഫൈൻ ചെയ്തു, പകരം ഇൻവേഴ്സ് മാത്രമേ ഉണ്ടാകൂ. അപ്പൊ എയുടെ ഇൻവേഴ്സിന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും: എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഓർ ബി ഇൻവേഴ്സ് ഈക്വൽ ടു. ഇതാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സും ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സും അതിന്റെ ഡെഫിനിഷനും അതിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ഈ ബോർഡിൽ ഇരിക്കുന്ന കാര്യം നോക്കും. ഇതിന്റെ നോട്ട് ഞാൻ പറയാം. തൽക്കാലം ഈ പോയിന്റ്സ് ഒന്ന് ക്ലിയർ ആകുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കുക, അവിടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഈ ഡെഫിനിഷൻ മറന്നുപോകും. ഒരു മെട്രിക്സിനെ, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ അതേ മെട്രിക്സേ വരുള്ളൂ. നമ്മൾ സാധാരണ നമ്പറിൽ 1 എന്ന് പറയുന്ന നമ്പർ കൺസിഡർ ചെയ്യുന്നതിന് തുല്യമാണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രം. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമേ ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആവുകയുള്ളൂ. ഓക്കെ, ഇത്രയുമാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സും ഇൻവെർട്ടിബിൾ മെട്രിക്സിന്റെയും. ഓക്കെ, മനസ്സിലാവുമോ നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഇല്ലെങ്കിൽ നമുക്ക് എന്റെ നോട്ട് പറയാം. നോക്ക്, സംശയം ഉണ്ടെങ്കിൽ പറയും. ഡൗട്ടുണ്ടെങ്കിൽ പറയോ, കുഴപ്പമില്ല. എന്തുണ്ടെങ്കിൽ പറയും. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. ഹെഡിങ് ആയിട്ട് എഴുതുക: ഇൻവെർട്ടിബിൾ മെട്രിക്സ്. INVERTIBLE, ഇൻവെർട്ടിബിൾ മെട്രിക്സ്. താഴെ എഴുതുക: if A and B are two square matrices, A and B, capital A and B are two square matrices of the same order, such that
of the same order such that AB equal to BA equal to I, AB equal to BA equal to I, comma, then B is called the inverse of A. B, capital B is called the inverse of capital A. B is called the inverse of A. And A is called the inverse of B. And A is called the inverse of B. A is called inverse of B. Okay. അടുത്ത ലൈനിലായിട്ട് എഴുതുക. The inverse of A is denoted by the inverse of A is denoted by ഇങ്ങനെ A ഇട്ടിട്ട് റൈസ് ടു -1 denoted by ഇതിനെ വായിക്കുന്നത് A inverse എന്നാണ്. That is here A inverse equal to B or B inverse equal to A. A inverse equal to B or B inverse equal to A. താഴെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. A into A inverse, Aയും അതിന്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും A inverse into A equal to I. ഇതൊരു ബോക്സിനകത്ത് വരച്ചു വെച്ചിരിക്കും. A into A inverse equal to A inverse into A equal to I. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. The inverse of a square matrix A, the inverse of a square matrix capital A, the inverse of a square matrix capital A exists, EXISTS, inverse of a square matrix capital A exists, comma, then A is called, then A, capital A is called invertible, INVERTIBLE, invertible matrix. A is called an invertible matrix. Okay, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതുക. A rectangular matrix, RECTANGULAR, rectangular matrix does not have inverse. Rectangular matrix does not have inverse. എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. സ്ക്വയർ മെട്രിക്സ് അല്ലാത്ത മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഈക്വൽ ആയിരിക്കില്ല. അങ്ങനെയുള്ളത് റെക്ടാംഗിളിന്റെ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അതിനെ നമ്മൾ റെക്ടാംഗുലർ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. റെക്ടാംഗുലർ മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ, അടുത്ത പോയിന്റ്. If B is the capital B is the inverse of A, if B is the inverse of A, then A is the inverse of B. B is the inverse of A, then A is the inverse of B. A യുടെ ഇൻവേഴ്സ് ആണ് B എങ്കിൽ ഉറപ്പായും B യുടെ ഇൻവേഴ്സ് ആയിരിക്കും A. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻവേഴ്സും അതിന്റെ ഡെഫിനിഷനും മായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. കിടന്നാട്ടെ.
അപ്പൊ നമ്മൾ എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ശരി. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ 2 തിയറങ്ങൾ പഠിക്കും. ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട 2 തിയറം. ആ തിയറങ്ങളുടെ പ്രൂഫ് പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഈ ചാപ്റ്ററിൽ ഒരു മെത്തേഡ് ഉണ്ട്, അടുത്ത ചാപ്റ്ററിൽ വേറൊരു മെത്തേഡ്. ഈ ചാപ്റ്ററിലുള്ള മെത്തേഡ് ശകലം ആലോചിച്ച് ചെയ്യേണ്ടതാണ്, പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് ഇതിൽ പറഞ്ഞേക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. അത് അപ്പോഴും നമുക്ക് പഠിക്കും. ഓക്കെ, അപ്പൊ 2 തിയറവും ഒരു മെത്തേഡും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ തീരും. നിങ്ങൾ ഇതുവരെയുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് ടെസ്റ്റിൽ, എല്ലാവരും ടെസ്റ്റ് കാണുമല്ലോ, ടെസ്റ്റിൽ നോക്കി ചെയ്തിട്ട് സംശയമുള്ളത് സാറിന്റെ ഗ്രൂപ്പിൽ ഇടുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ചാറ്റിലേക്ക് ചോദിക്കും. ഓക്കെ, നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. +1 റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.